നീറ്റ് യുജി മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ വൻ ക്രമക്കേടുകൾ. മെഡിക്കൽ പഠനം സ്വപ്നം കണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. ഈ വൻ അഴിമതിയുടെ ചുരുളഴിക്കാൻ കാരണമായത് രാജസ്ഥാനിലെ സിക്കാറിലുള്ള ഒരു സാധാരണ ഹോസ്റ്റൽ ഉടമയാണ്. വാട്സാപ്പിലെത്തിയ ഒരു ഫോർവേഡ് മെസ്സേജ് കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ അന്വേഷണമാണ് ചോദ്യപേപ്പർ ചോർച്ച വെളിച്ചത്ത് കൊണ്ടുവന്നത്. ഒരു ഹോസ്റ്റൽ ഉടമയുടെ ഇടപെടൽ എങ്ങനെയാണ് നീറ്റ് മാഫിയ നെറ്റ്വർക്കിനെ തകർത്തത് എന്ന് വിശദമായി അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഏക പ്രവേശന പരീക്ഷയാണ് നീറ്റ് യുജി. 2026 മെയ് 3 നടന്ന ഈ പരീക്ഷയിൽ രാജ്യത്തുടനീളമുള്ള 5400-ലധികം കേന്ദ്രങ്ങളിലായി ഏകദേശം 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. ഒരു വിദ്യാർത്ഥിയുടെയും അവരുടെ കുടുംബത്തിന്റെയും വർഷങ്ങളുടെ കഠിനാധ്വാനവും വലിയ സാമ്പത്തിക നിക്ഷേപവും ഈ പരീക്ഷയ്ക്ക് പിന്നിലുണ്ട്. കടുത്ത മത്സരമുള്ള ഇത്തരം ഒരു പരീക്ഷയിലുണ്ടാകുന്ന ചെറിയ ക്രമക്കേട് പോലും അർഹരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. 2024 നീറ്റ് പരീക്ഷാ ക്രമക്കേടും സുപ്രീം കോടതിയുടെ ഇടപെടലുകളും നിലനിൽക്കെ പുതിയ സംഭവം വിദ്യാഭ്യാസ മന്ത്രാലയത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ അന്തർ സംസ്ഥാന സംഘമുണ്ടെന്നാണ് കണ്ടെത്തൽ. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് പരീക്ഷ നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് മാഫിയ ടീം പ്രവർത്തിച്ചിരിക്കുന്നത്. മെയ് 1 മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള പ്രിന്റിംഗ് പ്രസിൽ നിന്നോ ട്രാൻസിറ്റ് കൊറിയർ വഴിയോ ആണ് ചോദ്യപേപ്പർ മാഫിയയുടെ കൈകളിൽ ആദ്യമായി എത്തുന്നത്. അവിടെ നിന്ന് ഹരിയാനയിലെയും ജയ്പൂരിലെയും ഇടനിലക്കാർ വഴി ചോദ്യങ്ങൾ സിക്കാറിലെ പ്രാദേശിക ഏജന്റായ രാകേഷ് മണ്ഡവരയുടെ പക്കലെത്തി. കേരളത്തിൽ മെഡിസിന് പഠിക്കുന്ന സിക്കാർ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ സുഹൃത്തിൽ നിന്നാണ് ചോദ്യങ്ങളടങ്ങിയ PDF ഫയൽ ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ സിക്കാറിൽ നീറ്റ് പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ഒരു ഹോസ്റ്റൽ നടത്തുകയായിരുന്നു. പഠന സാമഗ്രി ഇനി ആവശ്യമില്ലാത്തതിനാൽ മെയ് 2 മാതൃകാ ചോദ്യപേപ്പർ എന്ന പേരിൽ രാത്രി അദ്ദേഹം അത് അച്ഛനയച്ചു. ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ചെയ്തത് എന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. ഹോസ്റ്റൽ ഉടമ ഈ ചോദ്യങ്ങൾ തന്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പരീക്ഷ എഴുതാൻ പോകുന്ന 4 പെൺകുട്ടികൾക്ക് നൽകാൻ ശ്രമിച്ചുവെങ്കിലും അവർ അതിനോടകം പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പുറപ്പെട്ടിരുന്നു. പരീക്ഷ കഴിഞ്ഞ ശേഷം തനിക്ക് ലഭിച്ച ഗസ്റ്റ് പേപ്പറിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നറിയാനായി ഈ PDF ഫയൽ അദ്ദേഹം സിക്കാറിലെ ഒരു കെമിസ്ട്രി അധ്യാപകന് കൈമാറി. യഥാർത്ഥ നീറ്റ് ചോദ്യപേപ്പറുമായി ഇത് ഒത്തുനോക്കിയപ്പോൾ 108 ചോദ്യങ്ങളിൽ 45 എണ്ണം കൃത്യമായിരുന്നു. ആകെ 281 ചോദ്യങ്ങളടങ്ങിയ ആ ഗസ്റ്റ് പേപ്പറിൽ നിന്ന് ബയോളജിയിലെ 90 ചോദ്യങ്ങളും നീറ്റ് പരീക്ഷയിൽ അതേപടി ചോദിച്ചതായി കണ്ടെത്തി. ആകെ 180 ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയിലുള്ളത്. ഗസ്റ്റ് പേപ്പറിലെ കെമിസ്ട്രിയിലെ 45 ചോദ്യങ്ങളും യഥാർത്ഥ നീറ്റ് പേപ്പറിലെ അതേ ക്രമത്തിലായിരുന്നുവെന്നും കോമയിലോ ഫുൾ സ്റ്റോപ്പിലോ പോലും മാറ്റങ്ങളില്ലായിരുന്നുവെന്നും കണ്ടെത്തി. ഇത് വെറുമൊരു മാതൃകാ ചോദ്യപേപ്പർ അല്ല, മറിച്ച് 600 മാർക്കോളം വരുന്ന യഥാർത്ഥ ചോദ്യങ്ങൾ മുൻകൂട്ടി ചോർത്തിയതാണെന്ന് ഇതോടെ അവർ ഉറപ്പിച്ചു. ഹോസ്റ്റൽ ഉടമയും അധ്യാപകനും ഉടൻ തന്നെ സിക്കാറിലെ ഉദ്യോഗ് നഗർ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും വ്യാജ പ്രചാരണങ്ങളാണെന്ന് പറഞ്ഞ് പോലീസ് ഇത് തള്ളിക്കളയുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് പരാതിയുമായി വന്നതിലായിരുന്നു അവർക്ക് സംശയം. എന്നാൽ ഹോസ്റ്റൽ ഉടമ പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹം മെയ് 6 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നേരിട്ട് തെളിവുകൾ സഹിതം ഇമെയിൽ അയച്ചു. NTA ഈ വിവരം ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് കൈമാറുകയും അവർ രാജസ്ഥാൻ പോലീസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് രാജസ്ഥാൻ SOG അന്വേഷണം ആരംഭിച്ചത്. ഹോസ്റ്റൽ ഉടമയുടെയും മകന്റെയും വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിച്ച SOGക്ക് ചോദ്യപേപ്പർ ലഭിച്ച വഴി കൃത്യമായി മനസ്സിലായി. ഹോസ്റ്റൽ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ ഏകദേശം 15 പേരെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഡെറാഡൂണിലേക്കും ജുൻജുനുവിലേക്കും റെയ്ഡ് വ്യാപിപ്പിച്ച അന്വേഷണ സംഘം കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. കേരളത്തിലുള്ള വിദ്യാർത്ഥിക്ക് ചോദ്യപേപ്പർ അയച്ചു കൊടുത്തുവെന്ന് പറയപ്പെടുന്ന സിക്കാറിലെ MBBS കൗൺസിലർ രാകേഷിനെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ചോദ്യപേപ്പർ ആദ്യം ജയ്പൂരിലാണ് ചോർന്നതെങ്കിലും അത് ഏറ്റവും വ്യാപകമായി പ്രചരിച്ചത് സിക്കാറിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. രാജസ്ഥാനിലെ സിക്കാർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷാ കോച്ചിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് കോച്ചിംഗ് സെന്ററുകളും പേയിങ് ഗസ്റ്റ് ഹോസ്റ്റലുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് നീറ്റ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. ഈ വലിയ വിദ്യാർത്ഥി കേന്ദ്രീകൃത ആവാസ വ്യവസ്ഥയാണ് ചോദ്യപേപ്പർ വിൽപ്പന നടത്തുന്ന റാക്കറ്റുകൾ തങ്ങളുടെ പ്രധാന വിപണിയാക്കി മാറ്റിയത്. ചോദ്യപേപ്പർ ബീഹാർ, ജമ്മു കശ്മീർ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്
10 മുതൽ 28 ലക്ഷം രൂപ വരെ വാങ്ങി വിറ്റതായും കണ്ടെത്തി. പ്രൈവറ്റ് മാഫിയ എന്ന പേരിലുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയും ഇത് പ്രചരിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച പുറത്തായതോടെ മെയ് 12-ന് NTA പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കി. വരും ദിവസങ്ങളിൽ പുതിയ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്.